ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിലെ നാളത്തെ നല്ലൊരു കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാണിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അച്യുതനെ ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ കൂടി വരുവാണ്. തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷൻ. മുറ്റത്തിറങ്ങി അച്യുതൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അംബിക വരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ആലോചന തന്നെയാണല്ലോ, മകളെ കുറിച്ചാണോ ആലോചിക്കുന്നത്? അവള് ഇപ്പൊ കോഫി ഹൗസ് ഷോപ്പിലേക്ക് പോയല്ലേ ഉള്ളൂ, അവള് വരാനുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ, അവള് വരും മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നിർത്ത് നീ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാട്ടെ നമ്മുടെ അച്യുതൻ. അംബിക ചോദിക്കട്ടെ, എന്താ മനുഷ്യ, അല്ല എപ്പോഴും നീ ഇതിന് അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണത്? അവളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നാളൊരിക്കൽ അവളുടെ സ്വന്തം അച്ഛനമ്മയും വന്നാ അവരുടെ കൂടെ പോകും. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വർഷം നമ്മൾ നോക്കി വളർത്തിയെന്ന് പറഞ്ഞാലും അവൾക്ക് വലുത് അവളുടെ സ്വന്തം അച്ഛനമ്മയും തന്നെയായിരിക്കും. നോക്കിക്കോ, അവൾ നമ്മളെ ഉപേക്ഷിച്ചു പോകും. അപ്പൊ ഞാനും അംബികയും നീയും മാത്രമായിരിക്കും. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ഒറ്റക്കാന്ന രീതിയിൽ ജീവിച്ചേ പറ്റൂ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറഞ്ഞത്? അവളെ കൊണ്ടുപോയിട്ട് അവളുടെ സ്വന്തം അച്ഛനമ്മ വരുമെന്നാ? സത്യം പറ, നിങ്ങൾ കുറെ ദിവസം എന്തൊക്കെയോ മറച്ചു വെക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞോ? അവളുടെ സ്വന്തം അച്ഛനമ്മയും ജീവനോടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരാരാണെന്നോ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അംബികെ ഞാൻ നിന്നോട് ഒന്നും പറയുന്നില്ല, പക്ഷെ അമിതമായിട്ട് നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട അംബികെ. നോക്ക്, ഈ കഴിഞ്ഞ 10-22 വർഷം അവള് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അവളെ നഷ്ടപ്പെട്ട സമയത്ത് അവൾക്ക് 2.5 വയസ്സോ 3 വയസ്സോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. നാളൊരു സമയത്ത് അവളുടെ അച്ഛനമ്മ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവളെ കൊടുത്തയച്ചേ പറ്റൂ. കാരണം 22 വർഷം തന്നെ അവൾ നമ്മുടെ കൂടെ, നമ്മുടെ മഹാഭാഗ്യമാണ്. 22 വർഷം നമ്മൾ ആഘോഷിച്ചു. പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, അവളുടെ സ്വന്തം അച്ഛനും അമ്മയും 22 വർഷം അവൾ ഇല്ലാതെയാണ് ജീവിച്ചത്. അവളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവരെങ്ങാനും ചോദിച്ചു വരികയാണെങ്കിൽ നമുക്ക് കൊടുത്തേ പറ്റൂ. പക്ഷേ എനിക്കങ്ങനെ കൊടുക്കാനും തോന്നുന്നില്ല. എൻ്റെ മോള് വേറൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ അംബിക, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് അച്യുതൻ. അംബിക പറയണ്ട, എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്തയും വല്ലാത്തൊരു ടെൻഷനും ഭയവും കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷമത്തിലാണ് നിങ്ങൾ. നോക്ക്, അവൾ അന്വേഷിച്ച് അങ്ങനെ ആരും വരില്ല മനുഷ്യ, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞിട്ട് അംബിക അച്യുതനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യണം കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സത്യനെ വീണ്ടും കാണുന്നുണ്ട് നമ്മുടെ ഭൂമി. സത്യനാണെങ്കിൽ ഭൂമിനെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഭൂമിനെ വിളിച്ച് പറയുന്നുണ്ട്, ഭൂമി നീ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരണം, വരുമ്പോ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയണം. എന്താ കാര്യം? ഒന്നുമില്ല, നീ ഉണ്ടാക്കിയ പാൽപ്പായസം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പാൽപ്പായസം ഒന്നും കൂടി കുടിക്കാൻ തോന്നുന്നു. ആ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടേ നീയും നിന്റെ അച്ഛനും അമ്മയും കൂടി വീട്ടിലേക്ക് വാ, ഞാൻ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് പറയാണ്. ശരി സർ, ഞാൻ ഒരു ദിവസം വരാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അച്യുതനോടും അതുപോലെ അംബികയെടുത്തും ഈ കാര്യം പറയുന്നുണ്ട് ഭൂമി. അച്ഛനെയും അമ്മേനെയും സത്യൻ സാർ കാണണോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അച്യുതനെ ടെൻഷൻ ആവാണ്. ഈശ്വര, അതിന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വിളിയാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ അച്യുതനെ നന്നായിട്ടുണ്ട് കേട്ടോ. അയാൾ എന്തിനാ ഞങ്ങളെ കാണുന്നത് എന്ന് അച്യുതൻ ചോദിക്കുമ്പോഴേക്കും, എനിക്കറിയില്ല, അദ്ദേഹത്തിന് എന്നെ ഭയങ്കര കാര്യമാണ്, അപ്പൊ അച്ഛനും അമ്മേനെയും കാണണമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അച്യുതൻ പറഞ്ഞു, ഞങ്ങൾ വരുന്നൊന്നുമില്ല, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാണേണ്ട കാര്യം എന്താണ്, ഞങ്ങൾ വരില്ല എന്ന് പറയണ. ഭൂമി പറഞ്ഞു, ശരി വരില്ലെങ്കിൽ വേണ്ട, അച്ഛനും അമ്മേനെ ഞാൻ നിർബന്ധിക്കണമെന്നില്ല, പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇനി വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല. പാവം, അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒരുപാട് വർഷം മുമ്പേ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ സ്വന്തം മകളെ കാണുന്ന പോലെയൊക്കെ എന്നാ പറയണത്. അദ്ദേഹത്തിന് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോകുന്നുണ്ട് സത്യനെ കാണാനായിട്ട്. അതൊക്കെ കാണുമ്പോൾ അച്യുതന്റെ മനസ്സ് ശരിക്കും ഒന്ന് പെടയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി മാത്രമാണ് സത്യനെ കാണാൻ വേണ്ടി പോണത്. ഭൂമി വരുമ്പോ സത്യന് ഭയങ്കര സന്തോഷമാണ്. സത്യനും ഭൂമി കൂടെ ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇടക്കിടക്ക് സത്യനെ കണ്ടോണ്ടിരിക്കാലോ. സത്യൻ ചോദിക്കുന്നുണ്ടല്ല, അച്ഛനമ്മ വന്നില്ലേ ഭൂമി? അത് അച്ഛന തീരെ സുഖമില്ല സർ, അച്ഛൻ അതുകൊണ്ട് വന്നില്ല. പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ അമ്മയല്ലേ നോക്കുന്നത്. അല്ല, അച്ഛനെന്താ അസുഖം? ഇതുവരെ ഭൂമി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഭൂമി ആദ്യമായിട്ട് സത്യനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അച്ഛന് ഇങ്ങനത്തെ ഒരു അസുഖമാണ് സർ, പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെടും, ഇപ്പൊ ആ ഒരു ടെൻഷനിലാണ് ഞാനെന്നൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞു, ഞാൻ സഹായിക്കാൻ ഭൂമി എന്ന് പറയുമ്പോൾ, വേണ്ട, ഇത്രയും വലിയ തുക തന്നൊന്നും സാർ സഹായിക്കേണ്ട, എനിക്ക് ഒരിക്കലും ഈ തുക തിരിച്ചു തരാൻ പറ്റുമോന്നും അറിയില്ലല്ലോ, എപ്പൊ തരാൻ പറ്റുമെങ്കിൽ തന്നെ എപ്പൊ തരാൻ പറ്റുമെന്ന് ഉറപ്പും പറയാൻ പറ്റില്ല. വേണ്ട സാർ പറഞ്ഞല്ലോ സഹായിക്കാന്ന്, അത് തന്നെ വലിയ കാര്യം. ഭൂമി, താൻ പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ഒരു സഹായം തനിക്ക് എപ്പോഴും ഉണ്ടാകും എന്ന് സത്യം പറയുന്നുണ്ട് കേട്ടോ. ഭൂമിക്ക് സന്തോഷമാവാണ്. ഭൂമി അവിടെ നിന്ന് തിരിച്ചു പോകുകയാണ് ചെയ്യണത്. ശേഷം ഭൂമിക്ക് ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി, പിന്നെ സത്യൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭൂമി സ്വന്തം മകളായിട്ടാണോ അദ്ദേഹം വിളിക്കണേന്ന് അങ്ങനെ കുറെ സംശയങ്ങളൊക്കെ അച്യുതന്റെ മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ അതൊന്ന് തീർക്കാനും വേണ്ടി സത്യനെ കാണാൻ വേണ്ടി അച്യുതൻ ഒറ്റക്ക് പോകുവാണ്.
ഈ വീട്ടിലേക്കാണ് അച്യുതൻ പോകുന്നത് കേട്ടോ. അപ്പൊ അച്യുതനെ കാണുമ്പോ സത്യം ചോദിക്കുന്നുണ്ട്, ആ ഇതാര് ഭൂമിയുടെ അച്ഛനല്ലേ? ആ അതെ, എനിക്കറിയാട്ടോ, വാ കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ദേ നിങ്ങളുടെ മഹാഭാഗ്യമാണ് ഭൂമി എന്ന് പറഞ്ഞ മകൾ കേട്ടോ, എന്തൊരു സ്നേഹമുള്ള കുട്ടിയാണ്. ദേ ഒരു ചായ എടുക്ക്, ചായയോ കോഫിയോ എന്താ വേണ്ടത്? ചായ മതി സർ എന്ന് പറയാണ്. എന്നൊരു ചായ എടുക്കുന്നിട്ട് അവിടുത്തെ ചേട്ടനോട് പറയാണ്. അങ്ങനെ ചായ എടുക്കുന്ന സമയത്ത് നമ്മുടെ അച്യുതൻ ആ പഴയ കാര്യങ്ങളൊക്കെ സത്യനോട് പതുക്കെ പതുക്കെ ചോദിക്കേണ്ടല്ല സർ, ഭൂമി പറഞ്ഞൊരു അറിവേ എനിക്കുള്ളൂ, സാറിന്റെ മകളെ സാറിന് നഷ്ടപ്പെട്ടതാണോ? അതെ, ആ ഒരു നിമിഷം എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ട് ഇപ്പൊ 10-22 വർഷം കഴിഞ്ഞു എന്ന് പറയണ്ട. മകളെ നഷ്ടപ്പെട്ട വിഷമത്തിൽ എന്റെ ഭാര്യയും ഇപ്പൊ കാണാനില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ മകൾ തിരിച്ചു വരുവാണെങ്കിൽ എന്റെ ഭാര്യ സുമിത്രയും തിരിച്ചു വരും എന്ന് പറയുമ്പോൾ അച്യുതൻ ചോദിക്കണ്ടല്ല സർ, സാറിന്റെ മകൾ ജീവനോടെ ഉണ്ടോ? അല്ല ചോദിച്ചോണ്ട് വേറൊന്നും വിചാരിക്കരുത്, സാറിങ്ങനെ ഒരുപാട് നാൾ കാത്തിരിക്കുന്നോട് ചോദിക്കുക. അതെ അച്യുതൻ, എന്റെ മകൾ ജീവനോടെ ഉണ്ട്, അതെന്റെ വിശ്വാസമാണ്. പക്ഷെ അവൾക്ക് ഒരുപാട് വർഷം 2-2.5 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല ഞാനാണ് അവളുടെ അച്ഛനെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ ആരോ എടുത്തു വളർത്തുവാണ്. ആ എടുത്തു വളർത്തിയ ആൾക്ക് അറിയാലോ അവൾ സ്വന്തം മകളല്ലെന്ന്. അവളെ കിട്ടിയ സമയത്ത് അയാൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വിവരം അറിയിക്കായിരുന്നല്ലോ. ഞാനൊരു CA ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും എന്റെ മകളെ കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവളെ കിട്ടിയ അവര് തീർച്ചയായിട്ടും അവളെ സ്വന്തം മകളായിട്ട് വളർത്തുമായിരിക്കും ചെയ്യുന്നുണ്ടാവാ. അച്യുതൻ പറയണ്ട, അത് നല്ല കാര്യമല്ലേ സർ, സാറിന്റെ മകളെ സ്വന്തമായിട്ട് ഒരാൾ വളർത്താന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ? ഇല്ല, അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. എന്റെ മകളെ കിട്ടിയിരുന്നെങ്കിൽ അയാൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമായിരുന്നു. എന്റെ മകൾ ആരാണ് വളർത്തണെങ്കിലും അവരൊക്കെ എന്റെ ശത്രുക്കളാണ്, എന്റെ മകൾ ഇത്രയും വർഷം എന്നിൽ നിന്ന് അകറ്റിയ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ സത്യം സംസാരിക്കാട്ടോ. പെട്ടെന്ന് തന്നെ അച്യുതൻ ആകെ ഷോക്കായി പോവാണ്. സത്യം പറയണ്ട, സോറി അച്യുത, എന്നോട് ക്ഷമിക്കണം, ഞാൻ പെട്ടെന്ന് ആകെ വയലന്റ് ആയിപ്പോയി. എന്റെ മോളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ്. അവളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓരോരോ സെക്കൻഡും ഞാൻ എന്റെ ജീവിതത്തിൽ അവളെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അച്യുതൻ അറിയാവോ, അവളെ നഷ്ടപ്പെട്ട ആ നിമിഷം ഞാൻ എന്റെ ജോലി രാജിവെച്ചതാണ്. പിന്നെ എന്റെ കൂട്ട് ഈ മദ്യക്കുപ്പികൾ മാത്രമേ ഉള്ളൂ. സർ ഇങ്ങനെ മദ്യപിക്കില്ല സർ, സാറിന്റെ മകൾ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ അവിടുന്ന് പോവാട്ടോ. അച്യുതൻ നല്ല വിഷമാവുന്നുണ്ട്. ആ സത്യനോട് സംസാരിച്ചു കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജനയാണ്. അഞ്ജന എങ്ങനെയെങ്കിലൊക്കെ അജയനെ വീഴ്ത്താനും പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അജയനെ വിവാഹം കഴിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അഞ്ജനയാണെങ്കിൽ ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ അവള് ആ ഭൂമി ഉള്ളത് കൊണ്ടിട്ടാണ് അജയ് എന്നെ വിവാഹം കഴിക്കാത്തതും സ്നേഹിക്കാത്തതും. ഇല്ലാതായാൽ മാത്രമേ അവൻ എന്നെ കുറിച്ച് ആലോചിക്കുള്ളൂ, എന്നെ വിവാഹം കഴിക്കുള്ളൂ. അതെനിക്ക് മനസ്സിലായി മോളെ. അവളെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ അമ്മയുടെ പ്ലാൻ? അവളെ സ്നേഹത്തിൽ ഇവിടെ വിളിച്ചു വരുത്തും, പിന്നീട് നീ കണ്ടറിഞ്ഞോ എന്നൊക്കെ ഭവാനി പറയാണ്. ശേഷം നമ്മുടെ ഭവാനി വിളിച്ചു വരുത്തുന്നുണ്ട് അഞ്ജനനെ. വേറെ ഒന്നിനുമല്ല, അവിടെ വന്നിട്ട് കുറച്ച് പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുന്നത് കേട്ടോ. അവിടെ എത്തുന്ന ഭവാനി അവിടെ നമ്മുടെ ഭൂമി എത്തുമ്പോഴേക്കും ഭവാനി എന്താ ചെയ്യാന്ന് വെച്ചാല്, ഭൂമി എന്തായാലും അടുക്കളയിലല്ലേ കയറുള്ളൂ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഷോക്ക് കൊടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ, ഷോർട്ട് അടിക്കാൻ നമ്മുടെ ഇത് ഷോക്ക് അടിക്കാനായിട്ട് എന്തൊക്കെയോ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഭൂമി വീഴാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്ദേശം. പക്ഷെ അതിൽ വീഴാൻ പോണത് ഭൂമി ഒന്നുമല്ല, ഒന്നില്ലെങ്കിൽ അഞ്ജന അല്ലെങ്കിൽ ഭവാനി തന്നെ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.